Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ എങ്ങനെയാണ് ഒരു ഒതൻറ്റിക്കേഷൻ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒതൻറ്റിക്കേഷൻ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റിലേക്ക് നമുക്ക് ഒതൻറ്റിക്കേഷൻ ആഡ് ചെയ്യാനായിട്ട് കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക്കലി ഒതൻറ്റിക്കേഷൻ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ബേസിക് മൂവീസിൻ്റെ കേസിലാണെങ്കിൽ ഈ മൂവീസിൻ്റെ കേസിൽ നമ്മൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൂവിക്ക് റിവ്യൂ സിസ്റ്റം ആഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ടായിരിക്കും അങ്ങനത്തെ ആക്ഷൻസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് ആപ്ലിക്കേഷനിൽ റിയൽ ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷനിലും ഒരു ഒതൻറ്റിക്കേഷൻ സിസ്റ്റം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ .NET കോറിൽ ബൈ ഡിഫോൾട്ട് .NET കോറിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒതൻറ്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അത് ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ API അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പല കാര്യങ്ങൾ ക്ലൗഡ് ബേസ്ഡ് ലോഗിൻ ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്യാൻ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഒതൻറ്റിക്കേഷനും ഈ ഒരു കാര്യം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് ഇതിലിപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ആക്ച്വലി ഒരു നമ്മുടെ ഡാറ്റാബേസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലോക്കൽ ഒതൻറ്റിക്കേഷനാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ അതിന് എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തു എന്നുള്ള കാര്യമായിരിക്കും നമ്മളിതിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രജിസ്ട്രേഷനുണ്ട്. നിങ്ങളൊരു ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് കൺഫേം പാസ്വേഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാലിഡേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് യൂസറിന് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റിൽ ഇവിടെ നിങ്ങൾ പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കൺട്രോളറൊക്കെ സ്കഫോൾഡ് ചെയ്ത് ബിൽഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കൺട്രോളർ കൂടാതെ ഇതിനകത്ത് ഇവിടെ ആഡ് ന്യൂ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ന്യൂ സ്കഫോൾഡ് ഐറ്റത്തിൽ നമുക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്റ്റിലേക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് നമുക്ക് ഈ ഒരു ഒതൻറ്റിക്കേഷൻ്റെ കാര്യം ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിനകത്ത് ഓൾറെഡി ഈ ഒരു പ്രൊജക്റ്റ് അത് ഓൾറെഡി ആഡഡ് ആണ്. ബട്ട് അതെങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നതായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ആഡ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഒരു പോപ്പപ്പ് വിൻഡോ കാണിക്കും. അപ്പോൾ ബേസിക്കലി ആ പോപ്പപ്പ് വിൻഡോയിൽ വരുന്ന കുറച്ച് ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്താൽ മാത്രമേ ഈ ഒതൻറ്റിക്കേഷൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ പേജസ് ഓവർറൈഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഈ ഒതൻറ്റിക്കേഷന് വന്നിരിക്കുന്ന രജിസ്ട്രേഷൻ്റെ പേജസ് അല്ലെങ്കിൽ മറ്റു പേജസൊക്കെ ഈ ഒരു ഫ്രെയിം വർക്കിൽ ഇൻബിൽഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഓവർറൈഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു പേജിൽ ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ അക്കൗണ്ട് ലോഗിൻ അല്ലെങ്കിൽ ഫോർവേഡ് പാസ്വേഡ് ഇതിലൊക്കെ ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കലി ഈ ഒരു ഫയൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് ഈ ഫയൽസൊക്കെ ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫയൽസ് പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി മോഡിഫൈ ചെയ്തിട്ട് അതിൽ വേണ്ട ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള പേജസ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പേജസ് ഇപ്പോൾ എല്ലാ പേജസും നമ്മളൊരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ യൂസ് ചെയ്യുന്ന പേജസ് നിങ്ങൾക്ക് ഓവർറൈഡ് ചെയ്യണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഡാറ്റാബേസ് കോണ്ടെക്സ്റ്റ് ക്ലാസ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റാബേസ് കോണ്ടെക്സ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് സ്കാഫോൾഡിങ് കാര്യങ്ങൾ പ്രൊജക്റ്റിലേക്ക് ആഡ് ആവുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഈ ഒരു പ്രൊജക്റ്റിൽ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ചേഞ്ചസ് ഇനി വേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസ് കോണ്ടെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ അതിനെ Dbcontext ആയിരുന്നു ഇൻഹെറിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഐഡൻറ്റിറ്റി കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ കാര്യം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സ്റ്റെപ്സ് എല്ലാം കറക്റ്റ് ഓർഡറിൽ നമ്മളിവിടെ കണ്ടൻറ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതാണ് ആക്ച്വലി ഈ ഒരു എക്സാക്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഐഡൻറ്റിറ്റിയുടെ എക്സ്റ്റൻഷൻ ന്യൂഗെറ്റ് പാക്കേജസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പാക്കേജ് മാനേജർ കൺസോളിൽ നിന്ന് ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു ഫീച്ചർ നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ കണ്ടൻറ് സെക്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ കാണിച്ച എന്താണ് സ്കഫോൾഡ് ഐഡൻറ്റിറ്റി. അതായത് ഐഡൻറ്റിറ്റിയുടെ
സ്കഫോൾഡിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊജക്റ്റിൽ നിങ്ങളിവിടെ പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും, ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഐഡൻറ്റിറ്റി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന കുറച്ച് പേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓവർറൈഡ് കൊടുത്തിരിക്കുന്ന പേജസ് ആണ് ഈ അക്കൗണ്ട് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അവിടെ കണ്ട ലോഗിൻ പേജൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരു ഫോൾഡറിൽ നിന്നാണ്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡയറക്റ്റ് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ലോഗിൻ പേജിലോ അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ പേജിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള വ്യൂസ് ഫോൾഡറിൽ നിന്ന് ഡിഫറെൻ്റ് ഒരു ലൊക്കേഷനിലാണ് അത് വന്നിരിക്കുന്നത്. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഈ ഒരു ഫുൾ കാര്യങ്ങളും ആ ഒരു സ്കാഫോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്കത് മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ, കാരണം ആക്ച്വലി ഒരു ആപ്ലിക്കേഷൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇതിൽ വന്നിരിക്കുന്ന പോലെ ഒരു ഡിഫോൾട്ട് ബൂട്ട് സ്ട്രാപ്പിൻ്റെ സ്റ്റൈലൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്കിതിൽ ഫങ്ഷണാലിറ്റി വൈസ് മാത്രമല്ല സ്റ്റൈൽ വൈസും ചേഞ്ചസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഫയൽസും കാര്യങ്ങളും ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്കഫോൾഡിങ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡാറ്റാബേസ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഒരു മൈഗ്രേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു ആഡ് മൈഗ്രേഷൻ കമാൻഡ് നമ്മൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത പോലെ തന്നെ ഒരു മൈഗ്രേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ചസ്, അതായത് ഇവിടെ ഈ സ്കഫോൾഡായിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസിന് വേണ്ടിയുള്ള മൈഗ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു മൈഗ്രേഷൻ ഫോൾഡറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ് അടിച്ചതിന് ശേഷം ഈ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൽ ഒരുപാട് കുറച്ച് സെറ്റ് ഓഫ് ടേബിൾസ് ആക്ച്വലി .NET Core പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടേബിൾസിൽ വന്നിരിക്കുന്ന കോളംസും കാര്യങ്ങളും അതിലെ കാര്യങ്ങൾ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു കാര്യത്തിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ടേബിൾസും കോളംസും എല്ലാം ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടും ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ഓൾറെഡി മൈഗ്രേഷൻ എക്സിക്യൂട്ടഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇത്രയും ടേബിൾസ് ഇവിടെ ASP.NET എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ടേബിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വന്നിരിക്കുന്ന ടേബിൾസ് എല്ലാം ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയുടെ മൈഗ്രേഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ആയിരിക്കുന്ന ടേബിൾസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യൂസേഴ്സ് 2 യൂസേഴ്സിൻ്റെ എൻട്രി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കുറേ കോളംസ് അല്ലെങ്കിൽ കുറേ ഡാറ്റ ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് എംപ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഈ 2 യൂസേഴ്സ് ഞാൻ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ ഇവിടെ ഈ അപ്ഡേറ്റ് ഡാറ്റാബേസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ മോഡലിലൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് മൈഗ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പോൾ ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ വേണ്ട ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫയൽ, അതായത് ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടപ്പ് ഫയലിൽ ഈ ഒരു കാര്യം എനേബിൾ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന എൻട്രീസ് അല്ലെങ്കിൽ കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എൻട്രിയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓവറോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു കാര്യം എനേബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ റിക്വയർ കൺഫേംഡ് അക്കൗണ്ട് ഈക്വൽ ടു ഫോൾസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഇമെയിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലോഗിൻ വർക്ക് ചെയ്യുള്ളൂ ബൈ ഡിഫോൾട്ട്. അപ്പോൾ നമ്മൾ മെയിൽ സെർവർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കാര്യം എനേബിളായി കിടന്നാൽ ബേസിക്കലി ലോഗിൻ വർക്ക് ചെയ്യില്ല. കാരണം അറ്റ് പ്രസൻറ്റ് നമ്മുടെ ലോക്കൽ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ ലൈവായിട്ടുള്ളൊരു മെയിൽ സെർവറൊന്നും ഒരു ആപ്ലിക്കേഷൻ മെയിൽ സെർവറൊന്നും ഈ ഒരു സിസ്റ്റത്തിൽ അറ്റ് പ്രസൻറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ആ ഒരു ഇമെയിൽ കൺഫർമേഷൻ്റെ സ്റ്റെപ്പ് അത് ഇഗ്നോർ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഫോൾസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ ലോക്കലി ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും രജിസ്ട്രേഷൻ നടക്കും, ബട്ട് ആ ഒരു കാര്യം ആക്ച്വലി ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് കൂടാതെ പിന്നെ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓതൻറ്റിക്കേഷനും ഓത്തറൈസേഷനും എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആപ്ലിക്കേഷനിൽ ആ ഒരു എന്നിട്ട് യൂസറിനെ ലോഗിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് വെരിഫിക്കേഷൻ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് കൂടാതെ ഇവിടെ ഓത്തറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓത്തറൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോഗിൻ ചെയ്ത ഒരു യൂസറിന് ഒരു പർട്ടിക്കുലർ ആക്ഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേജ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി അത് നമ്മൾ മാനേജ് ചെയ്യുന്നത് യൂസർ റോൾസ് ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു യൂസറിൽ ഒരു സിസ്റ്റത്തിൽ അഡ്മിനായിട്ടുള്ള യൂസറിനുള്ള പ്രിവിലേജ് ആയിരിക്കില്ല ഒരു നോർമൽ ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ നോർമൽ ഒരു യൂസറിന് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ അത് അയാൾ ലോഗിൻ ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ആ ഒരു പർട്ടിക്കുലർ പേജ് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു റോളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആക്സസ് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ടാണ് ഓത്തറൈസേഷൻ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ എനേബിൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ പോയിൻറ്റ്സ് റേസർ പേജസിൻ്റെ എൻ പോയിൻറ്റ്സും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ലോഗിൻ്റെയൊക്കെ URLs വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൽ നമ്മൾ ബേസിക്കലി പ്രത്യേകിച്ച് കൺട്രോളറൊന്നും മാനുവലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ലോഗിൻ ചെയ്യാനും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള. അപ്പോൾ അതിൻ്റെ റൂട്ടിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂട്ടിങ്ങിൻ്റെ ആ ഒരു കാര്യമാണ് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രോളറിൻ്റെ റൂട്ട്സ് മാത്രമാണ്. അപ്പോൾ ഐഡൻറ്റിറ്റിയുടെ റൂട്ട്സ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ റൂട്ട്സ് ആപ്ലിക്കേഷനിൽ എനേബിൾ ആവുള്ളൂ. ഇപ്പോൾ ഈ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പോൾ ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു ലോഗിൻ പേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ URL വന്നിരിക്കുന്നത് നോക്കുക, ഇവിടെ identity/account/login. ഇപ്പോൾ ഈ ഒരു URL എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതല്ല, അത് ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് വർക്ക് ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഈ ഒരു എൻ പോയിന്റ് ഇവിടെ ഈ ഒരു കാര്യം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ലോഗിൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു യൂസറിൻ്റെ പേര് ലോഗിൻ ചെയ്ത യൂസറിൻ്റെ ഇമെയിൽ ID ആ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു ഈ കോഡ് ജനറേഷൻ്റെ സമയത്ത് നമുക്കിവിടെ ഒരു പാർഷ്യൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങളിവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ പാർഷ്യൽ എന്ന് പറയുന്ന ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർഷ്യലാണ് നമ്മുടെ ഈ ഒരു മെയിൻ ലേഔട്ട് ഫയൽ. ഇവിടെ ലേഔട്ട് ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ഒരു പാർഷ്യൽ ഫയൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർഷ്യൽ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാർഷ്യൽ ഫയലിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ പാർഷ്യൽസ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു പോർഷൻ ഓഫ് കണ്ടൻറ്റ് മറ്റൊരു ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പാർഷ്യൽസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പാർഷ്യലിൻ്റെ പേരാണ് വിത്തൗട്ട് എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാർഷ്യലിൻ്റെ പേരെന്ന് പറയുന്നത് _login പാർഷ്യലാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി ആ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് ജനറേറ്റ് ആയിട്ട് വരുന്ന ഫയലാണ്. അപ്പോൾ അത് നമ്മുടെ മെയിൻ ലേഔട്ട് ഫയലിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലേഔട്ട് ഫയലിലെ ടോപ്പ് നാവ്ബാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ മെനുവിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ സോഴ്സ് കോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ യൂസർ സൈൻ ഇൻ ആണോ എന്നുള്ള ചെക്കൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ യൂസർ സൈൻ ഇൻ ആണെങ്കിൽ മാത്രമേ ഇവിടെ ഹലോ യൂസറിലെ യൂസറിൻ്റെ പേര് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു കോഡിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു മെനുവിലെ ടോപ്പ് ബാറിലെ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റിയുടെ പേജസ് ബ്രൗസറിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു .NET കോർ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ആ ഒരു കാര്യം എനേബിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു പ്രൊജക്റ്റ് ഇവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ ഒരു പ്രൊജക്റ്റ് ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വിഷ്വൽ സ്റ്റുഡിയോയിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണെന്നും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം ഈ ഒരു കാര്യം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒതൻറ്റിക്കേഷൻ്റെ ഒരു മെക്കാനിസം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ടെംപ്ലേറ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് .NET കോർ
MVC ആപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ബൈ ഡിഫോൾട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ നോ ഒതൻറ്റിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്തു വന്ന ആപ്ലിക്കേഷൻ ഒതൻറ്റിക്കേഷൻ ഇല്ലാതെ ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാനുവലി ഈ ഒരു ഇത്രയും സ്റ്റെപ്സ് നമുക്ക് വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഒരുപാട് ടൈപ്പ് ഓഫ് ഒതൻറ്റിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഇൻഡിവിജ്വൽ യൂസർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലൗഡ് ബേസ്ഡ് കാര്യങ്ങളൊന്നും നമ്മൾ അറ്റ് പ്രസൻറ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പല ടൈപ്പ് ഓഫ് കാര്യങ്ങളിവിടെ ക്ലൗഡ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് അഷ്യൂർ ബേസ്ഡും അങ്ങനെ ടൈപ്പ് ഓഫ് പല ലോഗിൻസും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ യൂസർ അക്കൗണ്ടിൻ്റെ ഒരു ഇൻ ആപ്പിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൽ തന്നെ ലോഗിൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൊടുത്തിട്ടാണ് നിങ്ങൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ബൈ ഡിഫോൾട്ട് വിഷ്വൽ സ്റ്റുഡിയോ തന്നെ ആ ഒരു പ്രൊജക്റ്റ് ടെംപ്ലേറ്റിൽ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ഈ ഒരു ഓതൻറ്റിക്കേഷൻ കാര്യങ്ങൾ ഇൻബിൽട്ടായിട്ട് വന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ബേസിക്കലി ഈ ഒരു ബേസിക്കായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രൊജക്റ്റിൽ ആഡ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ച് ടെംപ്ലേറ്റ്സ് ഒന്നും ഓവർ റൈഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഫയൽസ് ഒന്നും ക്രിയേറ്റ് ആവാത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇൻബിൽട്ടായിട്ട് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു കാര്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാക്കി മാനുവലി നിങ്ങൾ ചേഞ്ചസ് ഒന്നും ചെയ്യേണ്ട. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ Dbcontext ബൈ ഡിഫോൾട്ട് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് ഐഡൻറ്റിറ്റിയിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാനുവൽ പ്രോസസ്സ് ഇതിൽ വരുന്നില്ല. കാരണം നമ്മൾ ആ ഒരു പ്രീബിൽഡായിട്ട് ഈ ഒരു ടെംപ്ലേറ്റിങ് കൊടുത്തേക്കുന്നതുകൊണ്ട് ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി രണ്ട് രീതിയിലായി നമുക്ക് ഒതൻറ്റിക്കേഷൻ ആഡ് ചെയ്യുന്നത്. മാനുവലിയും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടെംപ്ലേറ്റിംഗ് വിഷ്വൽ സ്റ്റുഡിയോയുടെ ഒരു ടെംപ്ലേറ്റ് ഓപ്ഷൻസ് യൂസ് ചെയ്തും ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഡാറ്റാബേസ് ഒന്നും എക്സിക്യൂട്ട് ആക്കിയിട്ടില്ല അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മൈഗ്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്താൽ മാത്രമേ ഒരു ആപ്ലിക്കേഷൻ ഫൈനലി വർക്ക് ചെയ്യുള്ളൂ. കാരണം ഇപ്പോൾ ടേബിൾസോ മറ്റു കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പേജസ് എല്ലാം ലോഡാവും. ബട്ട് അറ്റ് പ്രസൻറ്റ് ഇത് വർക്ക് ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടേബിൾസിനെ മൈഗ്രേറ്റ് ചെയ്ത് ആക്ച്വലി ഡാറ്റാബേസിൽ ടേബിൾസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ ഒരു ബേസ് ലെവലിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റിയുടെ പേജസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കാര്യമാണ് ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മാനുവലി ഒരു ഒതൻറ്റിക്കേഷൻ സിസ്റ്റം ഒന്നും ഫ്രെയിംവർക്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ബേസിക്കലി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഈ സ്റ്റെപ്സ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ കണ്ടൻറ് സെക്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മാനുവലി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ അറ്റ് പ്രസൻറ്റ് പ്രൊജക്റ്റിൻ്റെ ലേറ്റസ്റ്റ് കോഡ് ജിറ്റബിൽ ലിങ്കും ഈ ഒരു കണ്ടൻറ് സെക്ഷനിൽ ഉണ്ടാകും. അപ്പോൾ അത് എന്തെങ്കിലും ഡൗട്ടുള്ളവർ അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു .NET കോറിൻ്റെ മറ്റൊരു ഫീച്ചറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.